പൂക്കളവും പൂവിളിയുമായി ഒരു തിരുവോണം കൂടി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഓരോ ഓണക്കാലവും. ലോകത്തെവിടെയാണെങ്കിലും ഒത്തുചേരലിന്റെ അവസരം കൂടിയാണ് ഓണദിനങ്ങൾ. മാവേലി തമ്പുരാന്റെ വരവ് കാത്ത് മുക്കുറ്റിയും കാശിത്തുമ്പയും കണ്ണാന്തളിയുമൊക്കെ കണ്ണിനഴകായി മുറ്റത്ത് വിരിയുന്ന പൊന്നോണം. കാലം മുന്നോട്ടു പോയതിനനുസരിച്ച് ഓണാഘോഷത്തിന്റെ കെട്ടിലും മട്ടിലും മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും മാറ്റൊട്ടും കുറയാതെ മലയാളികൾ എന്നും ഓണം ആഘോഷിക്കുന്നു. ഓണക്കാലം എത്തിയാൽ ഏറ്റവും പ്രധാനം പൂക്കളമൊരുക്കൽ തന്നെയാണ്. അത്തം നാൾ മുതൽ തിരുവോണം വരെ 10 ദിവസം. തിരുവോണം എത്തുമ്പോഴേക്കും 10 തരം പൂക്കൾ കൊണ്ട് 10 കളം ഒരുക്കും. ഇവിടെ എത്ര പേർക്ക് ഈ ഓണക്കാലത്തിടുന്ന പൂക്കളുടെ പേരറിയാം? തുമ്പ, മുക്കുറ്റി, തുളസി, നന്ദ്യാർവട്ടം, ചെമ്പകം, ശംഖുപുഷ്പം. ഈ ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പാടി കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, മാവേലി നാടുവാണിടും കാലം. അറിയോ? നമുക്ക് ഒന്ന് പാടി നോക്കിയാലോ? പഠിക്കും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം പൂക്കളം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഓണസദ്യയാണ്. നാക്കിലയിൽ വിളമ്പുന്ന വിഭവങ്ങൾ മനസ്സും വയറും നിറയ്ക്കും. ഓണസദ്യ ഇല്ലാതെ പിന്നെ ഓണം ഇല്ല. അപ്പോൾ എന്തൊക്കെയാ ഇവിടെ സദ്യ ഒരുക്കിയിരിക്കുന്നത്? എന്തൊക്കെയാ? പുളി, അച്ചാറ്, അവിയൽ, ഓല, പച്ചടി, സാമ്പാർ, പടം. അപ്പോൾ സാധാരണ ഈ സദ്യക്ക് ഇത്ര വിഭവങ്ങൾ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സദ്യ എല്ലാ വിഭവവും വേണമെന്നാണ്. പക്ഷേ വറുത്തപ്പേരി, ശർക്കരപ്പേരി, പഴം, അങ്ങനത്തെ എല്ലാ വിഭവവും ഉണ്ടാവും. എന്തൊക്കെയാ പഴയ കാലത്തുള്ള ഇപ്പോൾ ഉള്ള ഓണവും പഴയ കാലത്തെ ഓണവും തമ്മിൽ? പഴയ കാലത്ത് ഓണമാണ് നല്ലത്. ഇപ്പോൾ എന്നും ഓണമെന്നാണല്ലോ ഇപ്പം. പഴയ കാലത്ത് അന്ന് എല്ലാ വിഭവവും കൂട്ടി ചോറ് കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു നിലത്തിരുന്നിട്ടായിരുന്നു എന്ന് കഴിക്കൽ. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നിലത്ത് പായ വിരിച്ചിട്ടായിരുന്നു കഴിക്കൽ. ഇപ്പം ആർക്കും അങ്ങനെ നിലത്തിരിക്കാൻ പറ്റില്ല. സദ്യ കഴിഞ്ഞാൽ ഓണക്കളികളിലേക്കാണ്. തിരുവാതിരയും ഊഞ്ഞാലാട്ടവും കസേരകളിയും അങ്ങനെ ഒത്തുചേരലിന്റെ ആരവം ഉയരുന്ന ഓണക്കലാശക്കൊട്ട്. ഒരു നാടിന്റെ സ്നേഹവും ചന്തവും നിറയുന്ന തിരുവോണം. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ഫ്ളാറ്റുകളിലേക്കും എത്തുമ്പോഴും ഓണത്തിന്റെ പകിട്ട് കുറയുന്നതേയില്ല. അങ്ങനെ പഴയ കാലത്തെ ഓണം, പുതിയ കാലത്തെ ഓണം എന്നൊന്നുമില്ല. എല്ലാ കാലത്തും ഒത്തുചേരുമ്പോഴാണ് ഓണം പൊന്നോണമാകുന്നത്. മീഡിയ വണ്ണിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ വൺ, കോഴിക്കോട്.